ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല പനിയാണ് കേട്ടോ, അതാ 2 ദിവസം വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിരുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണിക്കാരെത്തിയിട്ടില്ല, അപ്പോൾ ഒരു ഭാഗം കൂടി കെട്ടാണ്ടായിനി. അപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടൊക്കെയാണ്. അപ്പോൾ നല്ല കെട്ടുകയാണെങ്കിൽ നല്ല ഹൈറ്റിൽ കെട്ടണം. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമ്പിയൊക്കെ കെട്ടിങ്ങാണ്ട് അങ്ങനെ ഇത് പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വാർക്കാനുള്ള പരിപാടിയിലാണ്. പകുതി മിഞ്ഞാന്ന് വാർത്തു, പകുതി ഇന്നും വാർക്കാണ്. പണിക്കാർക്കുള്ള ഫുഡ് ഉച്ചക്ക് നമുക്ക് കൊടുക്കണ്ട, 10 മണിക്കത്തെ കഞ്ഞി തരാമെന്ന് പറഞ്ഞേക്കാണ്. പനിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, പിന്നെ കഞ്ഞി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തിട്ടില്ല, ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചേക്കാണ്. അങ്ങനെ പണിക്കാരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പണിക്കാർക്കുള്ള കഞ്ഞി നമുക്ക് കൊടുക്കണമല്ലോ 10 മണിയാകുമ്പോഴത്തേനും. അപ്പോൾ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ തീയൊക്കെ മുട്ടിങ്ങാണ്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി ഇതവിടെ കടന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിന്ന് ചായക്ക് കടി ഓട്ടടയാണ് ഇട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാക്കുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ 2 ഓട്ടട ചട്ടി ഉണ്ട്. അപ്പോൾ 2 അടുപ്പത്തായിട്ട് വെച്ച് കൊടുത്തേക്കാണ്. എന്നാൽ പെട്ടെന്ന് തീരുമല്ലോ. ഓട്ടടക്കുള്ള അരിയൊക്കെ ഞാൻ അരച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഈ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ. ചട്ടി നല്ലോണം ചൂടാവാതെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് കിട്ടൂല. ഇനിയിപ്പോൾ നമ്മൾ വിറകടുപ്പത്താണെങ്കിലും നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ. ഗ്യാസ്മേലാണെങ്കിൽ പിന്നെ നല്ലോണം ചൂടായിട്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട്, ഒഴിക്കണത് വരെയും ഫുള്ള് ഫ്ലെയിമിലിടുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് സിമ്മിലാക്കുക. പിന്നെ അത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാവ് ഒഴിക്കണതിന് മുന്നേ തന്നെ നമ്മൾ ഫുള്ളിലിടുക. പിന്നെ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ബബിൾസ് ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയിടുക. അങ്ങനെ ഓരോന്നായിങ്ങാണ്ട് 2 അടുപ്പത്തായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഇത് കണ്ടോ, നല്ലോണം നടുഭാഗം നല്ലോണം പൊങ്ങി നിൽക്കണ്. അപ്പോൾ നല്ലോണം ഓട്ടോട്ടമുണ്ടല്ലോ, അത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ നല്ല ഫുള്ളായിട്ട് നല്ല പൊങ്ങി വരണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നല്ലോണം ഹോൾസ് വരണമെങ്കിൽ ഇങ്ങനെ നല്ലോണം ഓട്ടോട്ടം ഇങ്ങനെ വന്നിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാം. ലാസ്റ്റത്തെ മാവ് ഞാൻ എപ്പോഴും ഓട്ടട ചൂടാണെങ്കിലും ഉമ്മാൻ്റെ ഒരു ഓർമ്മക്കും ഉമ്മാൻ്റെ ഒരു ഓട്ടട ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഞങ്ങളമ്മ ഓട്ടട ഇടുമ്പോൾ അപ്പം പറയും, ഒന്ന് നടുഭാഗം ഒന്ന് പരത്തിക്കൊണ്ടറിയും. അപ്പോൾ ആ ഒരു ശീലട്ടോ, ഓട്ടട ചുടുമ്പോൾ ഞാൻ ഉമ്മാനും ഓർക്കും. അപ്പോൾ ലാസ്റ്റത്തെ മാവ് ഞാനിങ്ങനെ പരത്തി കൊടുക്കും. അപ്പം നമ്മളെ ഈ സൈഡ് ഭാഗം ഇങ്ങോട്ട് ക്രിസ്പി ആവും. അത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊന്നും വേണ്ട, ചായക്ക് ഇങ്ങനെ കട്ടൻ ചായക്ക് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഞാൻ എപ്പോൾ ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അതൊരു ഓർമ്മയാണ്. അപ്പം ഞങ്ങളവിടുത്തെ അമ്മാൻ്റെ വർത്താനായിട്ട് ഞാൻ പറഞ്ഞത്. നാണിപ്പാക്കാൻ്റെ ചെലവിലൽപ്പം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അറിയില്ല, അമ്മ മരിച്ചു പോയിക്കണ്. അപ്പോൾ കണ്ട ഓട്ടറിൻ്റെ സൈഡ് ഭാഗം ഇങ്ങോട്ട് ക്രിസ്പിയായി വന്നിക്കണ്. അങ്ങനെ ചായയും കടയൊക്കെ കഴിഞ്ഞ് മക്കൾക്കും നാണിപ്പാക്കൊക്കെ ചായ കൊടുക്കട്ടെ. അപ്പം നമ്മളെ വെള്ളമൊക്കെ അരിയിടാനുള്ള വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരിയൊക്കെ കഴുകാണ്ട് ഇട്ട് കൊടുക്കണം.
അപ്പം അങ്ങനെ കഞ്ഞിക്കായിട്ടുള്ള ശീലമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അങ്ങനെയൊക്കെ അല്ലേ നമ്മളെ പരിപാടി. അപ്പം കഞ്ഞിക്ക് എത്ര അരി ഇടുകയെന്ന് അറിയില്ല. അതിൽ രാവിലെ തന്നെ ഉമ്മാക്ക് വിളിച്ചു, ഉമ്മ 12 ആൾക്കാരുണ്ടാവും, എത്ര അരി ഇടേണ്ടി വരും കഞ്ഞിക്ക് വെച്ചുകൊണ്ട്. അപ്പം ഉമ്മ പറഞ്ഞ 2 കിലോ എന്തായാലും വേണ്ടി വരും, കുറച്ചുകൊണ്ട് ഊറ്റി വെച്ചളുണ്ട് പറഞ്ഞേ. അപ്പം കഞ്ഞി വേണമെങ്കിൽ പിന്നെ കഞ്ഞിയാക്കി കൊടുക്കാമല്ലോ, ചോറും ഊറ്റി വെക്കുക, അതേപോലെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചാൽ മതി പറഞ്ഞു. അപ്പം എന്തായാലും ഉമ്മ പറഞ്ഞ മാതിരി കറക്റ്റാണ് 2 കിലോ. ആ ഊറ്റി വെച്ച ചോറുണ്ടല്ലോ അത് പിന്നെയും ഞാൻ കഞ്ഞിക്കൊലിക്ക് ഇട്ട് കൊടുത്തു. ഉമ്മാക്ക് പിന്നെ പണിക്കാർക്കൊക്കെ വെച്ചെടുത്താണ് നല്ല ശീലമുണ്ട്. പിന്നെ ഉപ്പേരിയായിട്ട്, കഞ്ഞിക്ക് ഉപ്പേരിയായിട്ട് നീന്ത്രക്കായ ഉണ്ട്, അത് വെച്ചങ്ങാണ്ട് പച്ചക്കായ ഉണ്ടല്ലോ അത് വെച്ചങ്ങാണ്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഒരു ചമ്മന്തി അരച്ചെടുക്കുക. നമ്മളെ പച്ചക്കായൊക്കെ നല്ലോണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ ഒരു ഉരുളിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും അതേപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഒരു അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ എനിക്ക് തോന്നി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ വേവിക്കാൻ വെച്ചു. അപ്പം നമ്മളെ പച്ചക്കായൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് നല്ല എന്താ പറയുക, ഉപ്പേരി കുറച്ച് ഗ്രേവിയിലാവുമ്പോഴല്ലേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചോറൊക്കെ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വന്നിങ്ങനെ അതൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല വേവുള്ള അരിയാണ്. രാവിലെ 7 മണിയായപ്പോൾ തീമിട്ടിട്ട് പിന്നെ 10 മണി ആയിക്കണം കേട്ടോ വന്നപ്പോൾ. 2-3 മണിക്കൂർ വേവുണ്ട് ഈ അരിക്ക്. അങ്ങനെ നമ്മളെ ഉപ്പേരിയൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം കുറച്ചും കൂടി നമ്മൾ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാലും പിന്നെ വറ്റി വരും. ഇത്ര മതി. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പം നമുക്ക് ഇത് തൂമിച്ചെടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇട്ട് കാണാട്ടോ തൂമിച്ചെടുക്കണത്. അപ്പം ചെറിയുള്ളി നോക്കിയപ്പം പറ്റ തീർന്നു പോയിക്കണം. അപ്പം ഞാൻ വലിയുള്ളി ഉണ്ടല്ലോ സവാള, അത് കട്ട് ചെയ്തെങ്ങാണ്ട് അതും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ട് അങ്ങനെ തൂമിച്ചെടുത്തിട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല. അപ്പം എന്താ പറയുക, നമ്മളെ നീന്ത്രക്കായ ഉപ്പേരി സെറ്റായിട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഒരു ചെറിയൊരു മഞ്ഞ കളറും വന്നു. പിന്നെ നീന്ത്രക്കായ ആയതുകൊണ്ട് അത്യാവശ്യം മഞ്ഞ ഉണ്ട്. അപ്പം അങ്ങനെ ഇനി ഉപ്പേരിയും അതേപോലെ കഞ്ഞി റെഡി ആക്കണം കേട്ടോ. കഞ്ഞിയൊക്കെ ഞാൻ അകത്തേക്ക് ഇതിൻ്റെ ഇടയിൽ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് മിക്സ് ചെയ്ത് വെച്ചിക്കണ്. ഇനി ചമ്മന്തി അരച്ചെടുത്തിക്കണ്. നമ്മളെ തേങ്ങയും അതേപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടുങ്ങാണ്ടല്ലോ സുർക്കൊക്കെ ഒഴിച്ചുങ്ങാണ്ടുള്ള ചമ്മന്തി അതും സെറ്റാക്കി എടുത്തിക്കണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പണിക്കാർക്കുള്ള കഞ്ഞിയും കൂട്ടാനൊക്കെ റെഡി ആക്കണം. അപ്പം 12 കഞ്ഞിപ്പാത്രം വേണം കേട്ടോ. 12 എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒപ്പിച്ചെടുത്തിക്കണ്. അതേപോലെ 12 കയ്യിലും വേണം. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാർ ഓവനെ കുറിച്ച് ചോദിച്ചിനി കേട്ടോ. നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് കേക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പോൾ 2 കോയിലും ഞാൻ ഓണാക്കിയിട്ടാണ് വെക്കുക. അപ്പോൾ ഈ 2 കോയിലും റെഡ് കളർ ആവുമോ എന്ന് ചോദിച്ചു. അതേപോലെ അത് ബേക്കായി കഴിയണത് വരെ റെഡിൽ തന്നെയാണോ റെഡ് കളറിൽ തന്നെയാണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം എൻ്റെ ഓവന് ഫസ്റ്റ് അങ്ങനെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കണ അപ്പോഴൊക്കെ ഈ 2 കോയിലും ഇങ്ങനെ റെഡ് കളറെല്ലാം ഇങ്ങോട്ട് പഴുത്ത് നിൽക്കും കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ സാധാ ഓണാക്കിയാലും ഓഫാക്കിയാലും ഒന്ന് റെഡ് കളറില്ല. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് മാത്രമേ കാണുള്ളൂ.
അതിപ്പോൾ ഈ കുട്ടീൻ്റെ ഓവന് ഇനി ഫസ്റ്റ് പുതിയതാണോ എന്ന് അറിയില്ലല്ലോ, ചിലപ്പം തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവും ഈ കാരം. എൻ്റെ ഫസ്റ്റ് അങ്ങനെ ഇനി ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പം കണ്ടോ ഈ കളറിലായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 kg കേക്ക് വെക്കുമ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 2 കോയിലും ചൂടാക്കിയിട്ട് 200 ഡിഗ്രിയിലാണ് കേട്ടോ ഞാൻ കേക്ക് വെക്കുക. എൻ്റെ ഓവനിൽ അങ്ങനെയാണ്. അപ്പോൾ പല ഓവനും പല രീതിയാണ്. എൻ്റെ G-Trackൻ്റെ കമ്പനിയാണ്. അപ്പോൾ 45 മിനിറ്റ് ആകുമ്പോൾ അത് റെഡിയാവും. പിന്നെ നമ്മൾ പ്ലം കേക്ക് അതേപോലെ ക്യാരറ്റ് ഡൈസ് കേക്ക് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ച് അധികം നിൽക്കലുണ്ട്. എന്തായാലും 45-ലാക്കി വെക്കും. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടി അങ്ങനെ വെക്കലാണ്. മേലത്തത് കണ്ടോ 200 ഡിഗ്രി തന്നെ ആവണേണ്ടത്. 150-ലും 160-ലൊക്കെ ഞാൻ ഇട്ട് നോക്കിയതാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ പല രീതിയൊന്നും നോക്കുമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ 200 ഡിഗ്രിയിലേ അത് വേവുള്ളൂ. അപ്പോൾ ഈ കമൻ്റ് ഇട്ട മോളെ ഓവന് ഏത് ഓവനാണെന്നൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. അപ്പം പല ഓവനും പല രീതിയാണ്. അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞ വീഡിയോയിലും കമൻറ്റ് ഇട്ടിരിക്കണം, അതേപോലെ അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലും കമൻറ്റ് ഇട്ടിരിക്കണം. അപ്പോൾ റിപ്ലൈ വൈകിയ ഞാൻ ക്ഷമ ചോദിക്കാം കേട്ടോ. കാരണം എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരാൻ വൈകിയതാണ്. നമ്മൾ കമൻറ്റിൽ മറുപടി കൊടുക്കുമ്പോൾ ഒരുപാട് ടൈപ്പ് ചെയ്ത് നിൽക്കണമല്ലോ. അപ്പം നമ്മൾ വോയിസിലായിട്ടാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമല്ലോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.